ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് കമാൻഡ് ലൈനിൽ നമ്മൾ ആർക്ക് എന്നുള്ള കമാൻഡ് കൊടുത്തുകൊണ്ട് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ്. കമാൻഡ് ലൈൻ ഞാൻ ഇവിടെ ഓഫാക്കാൻ കാരണം നമ്മൾ ഇവിടെ ഈ ഒരു ഐക്കൺസ് ക്ലിക്ക് ചെയ്യുമ്പോഴും നമ്മൾക്കൊരു ഓർഡർ കിട്ടുന്നുണ്ട്. ഉദാഹരണത്തിന് ആദ്യത്തേത് 3 പോയിന്റ്, രണ്ടാമത് സ്റ്റാർട്ട്, സെന്റർ, എൻഡ്. ആ ഓർഡർ അത് ഫിക്സഡ് ആണ്. നമ്മൾ ആർക്ക് എന്ന കമാൻഡ് ഇവിടെ നിന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഓർഡർ അനുസരിച്ചാണ് വരയ്ക്കുന്നത്. സ്റ്റാർട്ട്, സെന്റർ, എൻഡ്, അതല്ലെങ്കിൽ സ്റ്റാർട്ട് സെന്റർ ആംഗിൾ, അതല്ലെങ്കിൽ സ്റ്റാർട്ട് സെന്റർ ലെങ്ത് എന്നിങ്ങനെ. എന്നാൽ കമാൻഡ് ലൈനിൽ വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ആർക്ക് എന്നുള്ള കമാൻഡാണ് കിട്ടുക. അതിനുശേഷം ഓപ്ഷൻസ് വേറെ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ താഴെ കമാൻഡ് ലൈനും അതേസമയം ഡൈനാമിക് ഇൻപുട്ടും ഒരേ സമയത്ത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ആ കൺഫ്യൂഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ കമാൻഡ് ലൈൻ ഓഫ് ചെയ്തത്. ഇനി നമ്മൾ കമാൻഡ് ലൈനിൽ എങ്ങനെയാണ് ആർക്ക് കൊടുക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഡൈനാമിക് ഇൻപുട്ട് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഡൈനാമിക് ഇൻപുട്ട് മോഡ് ഓൺ ആണ്. അതേസമയത്ത് കമാൻഡ് ലൈൻ നമുക്ക് ഇപ്പോൾ സ്ക്രീനിൽ ലഭ്യമല്ല. ഞാൻ ഡൈനാമിക് ഇൻപുട്ട് മെത്തേഡ് ക്ലോസ് ചെയ്തു. അതിനുശേഷം കമാൻഡ് ലൈൻ തിരിച്ചു കൊണ്ടുവരികയാണ്. അതിന് നമ്മൾ മുമ്പ് മനസ്സിലാക്കി കൺട്രോൾ കീബോർഡിലെ 9 F9 അല്ല, വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളോട് കൺഫർമേഷൻ ചോദിക്കുന്നു, യെസ് അടിക്കുന്നു. ഇപ്പോൾ ഡൈനാമിക് ഇൻപുട്ട് മെത്തേഡ് ഡിൻ മോഡ് ഇവിടെ ഓഫാണ്. നമ്മൾ കമാൻഡ് ലൈൻ തിരിച്ചു കൊണ്ടുവന്നു. ഇനി നമുക്ക് ആർ കമാൻഡ് കൊടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇപ്പോൾ നമ്മൾ ഇവിടെ കമാൻഡ് ലൈനിൽ മൗസ് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം കമാൻഡ് കൊടുത്തോളണമെന്നില്ല. ഇങ്ങനെ കൊടുത്തോളണമെന്നില്ല. കാരണം ഇപ്പോൾ ഒരേ ഒരു ഇൻപുട്ട് മെത്തേഡ് മാത്രമേ ഓൺ ആയിട്ടുള്ളൂ, അതായത് ഡിൻ മോഡ് ഓഫ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ലൈൻ എന്ന കമാൻഡ് കൊടുക്കുമ്പോൾ ഡിഫോൾട്ട് ആയി തന്നെ കമാൻഡ് ലൈനിൽ എൽ വന്നു കഴിഞ്ഞു. എന്നാൽ വീണ്ടും ഡൈനാമിക് മോഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ പിന്നീട് പ്രയോറിറ്റി വരുന്നത് ഡൈനാമിക് ഇൻപുട്ട് മെത്തേഡിനാണ്. ഇപ്പോൾ നമ്മൾ എൽ എന്ന കമാൻഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു, കമാൻഡ് ലൈനിൽ ഒന്നും വരുന്നില്ല. അതേസമയം ഡൈനാമിക് ഇൻപുട്ട് മെത്തേഡ് അനുസരിച്ച് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഭാഗത്ത് കർസറിനടുത്ത് ആണ് എൽ എന്ന് വരുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഡൈനാമിക് ഇൻപുട്ട് മെത്തേഡ് ഇവിടെ ഓഫ് ആക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഓരോ സമയത്തും നമുക്ക് കമാൻഡ് ലൈനിലേക്ക് മൗസ് കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യേണ്ടി വരും. ഇവിടുന്ന് ഞാൻ എസ്കേപ്പ് അടിച്ചതിനു ശേഷം കമാൻഡിൽ നിന്ന് ടെർമിനേറ്റ് ആയി. അതായത് ഞാൻ എൽ എന്ന് അടിച്ചിരുന്നു, ഇവിടെ വന്ന് അതിൽ നിന്ന് ടെർമിനേറ്റ് ആവാൻ ഞാൻ എസ്കേപ്പ് കമാൻഡ് അടിച്ചു. അതിനുശേഷം ഞാൻ വീണ്ടും ഡൈനാമിക് ഇൻപുട്ട് മെത്തേഡ് ഓഫ് ചെയ്യുകയാണ്. ഓഫ് ചെയ്തു. ഇനി ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കമാൻഡ്സ് എല്ലാം കിട്ടുന്നത് കമാൻഡ് ലൈനിലായിരിക്കും. ഇവിടെ ഞാൻ ആർക്ക് എന്ന കമാൻഡ് കൊടുത്തു. ഓട്ടോമാറ്റിക് ആയി താഴെ കമാൻഡ് ലൈനിൽ ആർക്ക് വന്നു. ആർക്ക് ഇവിടെ മുകളിൽ കാണാം, ഒന്നിലൂടെ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ആർക്ക് വന്നു. സ്പെസിഫൈ സ്റ്റാർട്ട് പോയിന്റ് ഓഫ് ആർക്ക് എന്നാണ് ആദ്യം ചോദിച്ചിട്ടുള്ളത്. ഓർ സെന്റർ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ സെന്റർ കൊടുക്കുന്നില്ല, നമ്മൾ സ്റ്റാർട്ട് പോയിന്റ് ആണ് കൊടുക്കുന്നത്. ഇവിടെ കൊണ്ടുവന്ന് സ്റ്റാർട്ട് പോയിന്റ് കൊടുത്തു. ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യം സ്പെസിഫൈ സെക്കൻഡ് പോയിന്റ് ഓഫ് ആർക്ക് ഓർ എന്നാണ്. നമ്മൾ സെക്കൻഡ് പോയിന്റ് കൊടുത്തു. ഇപ്പോൾ ചോദിക്കുന്നത് സ്പെസിഫൈ എൻഡ് പോയിന്റ് ഓഫ് ആർക്ക് എന്നാണ്. 2 പോയിന്റ് ചോദിച്ചു, ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ്. ഇത് നമ്മൾ ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് 3 പോയിന്റ് ആർക്കിന് തുല്യമാണ്. നമ്മൾ ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇനി അതേ കമാൻഡ് തന്നെ ഒന്നുകൂടെ കൊടുക്കാം. രണ്ടാമത് കമാൻഡ് കൊടുക്കുന്നതിന് ഒന്നുകിൽ നമ്മൾ ആരോ കീസ് ഉണ്ടല്ലോ, ഇതിൽ ആരോ കീ പ്രസ് ചെയ്താൽ നമുക്ക് തൊട്ട് മുമ്പ് കൊടുത്ത കമാൻഡാണ് കിട്ടുക. ഇപ്പോൾ ഇറേസ് ആണ്. വീണ്ടും ഒന്നും കൂടെ ആരോ കീ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആർക്ക് എന്നുള്ള കമാൻഡ് ലൈനിൽ കിട്ടും. എന്റർ ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തു. ഞാൻ രണ്ടാമത്തെ പോയിന്റ് ഇവിടെ ഇപ്പോൾ സ്നാപ്പ് ഓൺ ആണ്, അതുകൊണ്ട് എനിക്ക് വേണ്ട ഞാൻ വിചാരിക്കുന്ന സ്ഥലത്ത് കിട്ടില്ല. F3 എന്ന ഫംഗ്ഷൻ കീ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ തൽക്കാലം സ്നാപ്പ് ഓഫ് ചെയ്തു. ഇവിടെ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു, ഇവിടെ ഒരു പോയിന്റ് പിക്ക് ചെയ്തു. ശേഷം എൻഡ് പോയിന്റ് ഓഫ് ദ ആർക്ക് ചോദിക്കുന്നുണ്ട്. ആർക്ക് താഴെ കമാൻഡ് ലൈൻ ശ്രദ്ധിക്കുക, സ്പെസിഫൈ എൻഡ് പോയിന്റ് ഓഫ് ദ ആർക്ക്. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു, ആർക്ക് വരുന്നു. ഇത് നമ്മുടെ ഫസ്റ്റ് 3 പോയിന്റ് ആർക്ക് എന്ന കമാൻഡിന് തുല്യമാണ്. ഇനി വീണ്ടും നമുക്ക് ആർക്ക് എന്ന കമാൻഡ് കൊടുക്കാം. ആർക്ക് എന്ന കമാൻഡ് വീണ്ടും കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ ആരോ കീ പ്രസ് ചെയ്ത് ആർക്ക് എന്ന കമാൻഡ് എടുത്തു. ഇപ്പോൾ വീണ്ടും ഞാൻ സെന്ററിന് ഇത് കൊടുക്കുന്നില്ല. വീണ്ടും ഞാൻ സ്പെസിഫൈ സ്റ്റാർട്ട് പോയിന്റ് ആണ് ചോദിക്കുന്നത്. സ്റ്റാർട്ട് പോയിന്റ് കൊടുത്തു. പിന്നീട് ചോദിക്കുന്നത് സെക്കൻഡ് പോയിന്റ് ഓഫ് ആർക്ക് ഓർ സെന്റർ എന്നാണ്. ഇവിടെ ഞാൻ സെന്റർ കൊടുക്കുകയാണ്, കാരണം നമ്മൾ സെക്കൻഡ് പോയിന്റ് നമ്മൾ ഒരിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്, സെന്റർ ഓർ എൻഡ്. അതിൽ ഞാൻ സെന്റർ എന്നെടുത്തു, സെന്റർ അടിച്ചു. സെന്റർ അടിച്ചതിന് ശേഷം ഇതിന്റെ സെന്റർ പോയിന്റ് ഇവിടെ ക്ലിക്ക്. ഇപ്പോൾ ചോദിക്കുന്നത് സ്പെസിഫൈ എൻഡ് പോയിന്റ് ഓഫ് ആർക്ക് എന്നാണ്. അതിനുശേഷം ഹോൾഡ് കൺട്രോൾ ടു സ്വിച്ച് ഡയറക്ഷൻ എന്ന് ചോദിക്കുന്നത്. ഞാൻ കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കിട്ടും. വേണ്ട, ഞാൻ ഈ ഭാഗത്ത് തന്നെയാണ് വരയ്ക്കുന്നത്. ഇപ്പോൾ ചോദിക്കുന്നത് സ്പെസിഫൈ എൻഡ് പോയിന്റ് എന്നാണ്. ഞാൻ എൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, വീണ്ടും വരഞ്ഞു. വീണ്ടും നമുക്ക് ആർക്ക് കൊടുക്കാം. ആർക്ക് താഴെ ക്ലിക്ക് ചെയ്തു. പിന്നീട് ചോദിക്കുന്നത് നമ്മളിപ്പോൾ ഇതിൽ സെന്റർ എടുത്തു കഴിഞ്ഞു. ഇനി ചോദിക്കുന്നത് എൻഡ് പോയിന്റ് ആണ്. എൻഡ് പോയിന്റ് കിട്ടുന്നതിന് വേണ്ടി ഇ എന്ന് പ്രസ് ചെയ്ത ശേഷം എൻ്റർ ചെയ്യുക. അതിനുശേഷം എൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ഇനി ചോദിക്കുന്നത് സ്പെസിഫൈ സെന്റർ പോയിന്റ് എന്നാണ്. സ്പെസിഫൈ സെന്റർ പോയിന്റ് ഓഫ് ആർക്ക്.
മറ്റുള്ളത് നമ്മൾ തൽക്കാലം ഇഗ്നോർ ചെയ്യുകയാണ്. ഹോൾഡ് കൺട്രോൾ ടു സ്വിച്ച് ഡയറക്ഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഹോൾഡ് കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ സെൻറ്റർ പോയിന്റ് ക്ലിക്ക് ചെയ്തതോടുകൂടി ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് ആദ്യം നമ്മൾ ക്ലിക്ക് ചെയ്ത പോയിന്റ് റേഡിയസ് ആയിക്കൊണ്ടുള്ള ഒരു ആർക്ക് വരാം. വീണ്ടും നമുക്ക് ആർക്ക് കമാൻഡ് കൊടുക്കാം. ഇറേസ്, അപ്പ് ആരോ ക്ലിക്ക് ചെയ്തപ്പോൾ ആദ്യം ഇറേസ് വന്നു, വീണ്ടും ആർക്ക് വന്നു. ഒന്നുകിൽ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്തു, അതല്ലെങ്കിൽ എന്റർ ബട്ടൺ പ്രസ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ആർക്ക് സ്പെസിഫൈ സ്റ്റാർട്ട് പോയിന്റ് എടുത്ത ശേഷം സെന്ററും എൻഡ് പോയിന്റും നമ്മൾ നോക്കി. ഇനി നമുക്ക് ആദ്യം തന്നെ സ്റ്റാർട്ട് പോയിന്റ് കൊടുക്കുന്നതിന് പകരം സെന്റർ കൊടുത്തു നോക്കാം. ഞാൻ സെന്ററിന് സി എന്ന് എന്റർ ചെയ്തു. അതാണ് ആദ്യം കൊടുക്കാൻ പോകുന്നത്. അതിനുശേഷം സെന്റർ പോയിന്റ് ക്ലിക്ക് ചെയ്തു. സ്പെസിഫൈ സ്റ്റാർട്ട് പോയിന്റ് ഓഫ് ആർക്ക് എന്ന് വയ്ക്കുന്നുണ്ട്. ഞാൻ സ്റ്റാർട്ട് പോയിന്റ് ക്ലിക്ക് ചെയ്തു. പിന്നെ അതിനുശേഷം ഇപ്പോൾ ചോദിക്കുന്നത് സ്പെസിഫൈ എൻഡ് പോയിന്റ് എന്നാണ്. അത് നമ്മൾ ആദ്യം കൊടുത്തത് കൊണ്ട് ഇനി നമ്മൾ അത് നോക്കേണ്ടതില്ല. അടുത്തതായിട്ട് ഇനി നമുക്ക് നോക്കാനുള്ളത് ആംഗിൾ ആണ്. ആംഗിളിന് എ എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഓപ്ഷൻസ് വരുന്നിടത്ത് ക്യാപിറ്റൽ ലെറ്ററിൽ ഒരു ഓപ്ഷനിൽ ഏതാണോ കാണുന്നത് അതായിരിക്കും ആ ഓപ്ഷൻ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് ആംഗിളിന്റെ എ ആണ് ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത് വരുന്ന കോഡ് ലെങ്ത് എന്ന ഓപ്ഷന്റെ എൽ ആണ് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുത്തിരിക്കുന്നത്, സി അല്ല. കാരണം സി ആദ്യം സെന്ററിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ കോഡ് ലെങ്ത്തിന് എൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ആംഗിൾ ആണ് കൊടുക്കുന്നത്. ആംഗിൾ എന്ന് പറയുന്നത് ഇൻക്ലൂഡഡ് ആംഗിൾ. നിങ്ങൾക്ക് കാണാം, നമ്മളിപ്പോൾ ഇവിടെ ഒരു 45 കൊടുക്കുകയാണെങ്കിൽ 45 ഇൻക്ലൂഡഡ് ആംഗിളിൽ ഇവിടെ ലൈൻ കിട്ടും. വീണ്ടും ആർക്ക് എന്ന കമാൻഡ് ഞാൻ ആരോക്കി 2 പ്രാവശ്യം പ്രസ് ചെയ്തപ്പോൾ ആർക്ക് കമാൻഡ് ലൈനിൽ കിട്ടി. എൻ്റർ ചെയ്തു. സ്പേസ് ബാർ അടിക്കാം, അല്ലെങ്കിൽ എൻ്റർ അടിക്കാം, അല്ലെങ്കിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഞാൻ സെന്ററിന് സി എന്ന് പ്രസ് ചെയ്തു. സി എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ സെന്റർ പോയിന്റ് എടുത്തു. സെന്റർ പോയിന്റ് എടുത്തതിന് ശേഷം സ്പെസിഫൈ സ്റ്റാർട്ട് പോയിന്റ് ഓഫ് ആർക്ക് എന്ന് ചോദിക്കുന്നു, കൊടുത്തു. ഇനി ഇൻക്ലൂഡഡ് ആംഗിൾ ആണ് ചോദിക്കുന്നത്. ആംഗിളിന് എ എന്ന് പ്രസ് ചെയ്തു. ശേഷം ഞാൻ 135 എന്ന് എൻ്റർ ചെയ്യുകയാണ്. 135 ഞാൻ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്തു. ഇതാ 135 ഡിഗ്രി ഇൻക്ലൂഡഡ് ആംഗിളിൽ ഒരു ആർക്ക് വരഞ്ഞു. ഇങ്ങനെ കമാൻഡ് ലൈനിൽ ആർക്ക് എന്ന കമാൻഡ് കൊടുത്തുകൊണ്ട് അതിനുശേഷം വരുന്ന ഓപ്ഷൻസ് ഓരോന്നും ക്ലിക്ക് ചെയ്ത് ഒരു നോട്ട്ബുക്കിൽ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ കുറിച്ച് വെക്കുക. എന്നിട്ട് ഏതെല്ലാം ഓപ്ഷൻസ് ആണ് ട്രൈ ചെയ്തതെങ്കിൽ അത് എഴുതി വെക്കുക. അങ്ങനെ ഇതിൽ കാണുന്ന എല്ലാ ഓപ്ഷൻസും പ്രാക്ടീസ് ചെയ്യുക. എല്ലാം ഇപ്പോൾ ഇവിടെ വിവരിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് നിങ്ങൾക്ക് ഇതിലെ ഓരോ ഓപ്ഷൻസും ട്രൈ ചെയ്തുകൊണ്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, ആർക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ വരുന്ന മറ്റുള്ള ഓപ്ഷൻസ് സ്വയം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്നെ കമന്റ് ചെയ്തുകൊണ്ട് അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് പുതിയ വീഡിയോകൾ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.